Thought of the day? Sir, parayate. Yes, okay, Fatima. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. Dr. APJ Abdul Kalam. Very good, very good. Yes. Good afternoon, sir. A warm welcome to Job, sir. We are honored to have you with us. Your presence is greatly appreciated. Welcome to my dear friends, today's online class. Let us make this a productive and engaging session. Welcome to all once again. Thank you. Oh, welcome. Very good. Super welcome. Yes, let us start. അപ്പോൾ ഇന്ന് ഞാനായിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ടീച്ചർക്ക് ഇന്നും എന്തോ സൗകര്യം വന്നതുകൊണ്ട് ഞാൻ തന്നെ വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്ന ആ സംഗതിയെ കുറിച്ചാണ്. യൂണിറ്റ് നമ്പർ 9 കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞ് എവിടം വരെ എത്തിയത്. എന്താണ് സെന്റൻസ്? ഒരു സെന്റൻസിൽ വരുന്ന ക്ലോസുകൾ ഏതൊക്കെയാണ്? സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? മെയിൻ ക്ലോസ് എന്താണ്? ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്താണ്? ഡിപ്പെൻഡിങ് ക്ലോസ് എന്താണ്? ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു 12 ടെൻസിന്റെ ഫോം ഉണ്ട്. അത് വെച്ചിട്ട് അത് നമുക്ക് പിന്നീട് പഠിക്കാം. തൽക്കാലത്തേക്ക് ഒരു 3-4 പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇങ്ങനെ 3 ടെൻസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസും, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസും, സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബ് പ്രസന്റ് ടെൻസും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, am I right? അതെ സർ. ഓക്കെ, ഇനി അതിന്റെ ബാക്കി പറയാം. യെസ്, ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു ടെൻസ്. ഡെയിലി ടെൻസ് ഒക്കെ കാര്യമില്ല, പക്ഷെ നമ്മൾ വേറൊന്നും പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന, പ്രസന്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഇതിന് ഹെഡിങ് എഴുതിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ അടിയിൽ സ്ട്രക്ചർ എഴുതിക്കുക. എസ് പ്ലസ് had plus HAD, had plus verb V plus V, H plus had plus V. ആ V എന്ന് എഴുതിയിട്ട് ആ വിയുടെ ബ്രാക്കറ്റിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പകരം V3 എന്ന് എഴുതി കഴിഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പൊ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ ഹാഡ് എഴുതുന്നു, പിന്നെ വെർബിന്റെ 3ാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇതിനെ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് ഐ ഹാഡ്. ഇനി ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതാം. ഗോ, went, gone. I had gone. I had gone. ഇനി അടുത്ത് നമുക്ക് പറയാം she, സബ്ജക്റ്റ് had, WATCH, വാച്ച്. പാസ്റ്റ് ടെൻസ് വാച്ച്, പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വാച്ച് നമുക്ക് ഉപയോഗിക്കാം. she had watched the show. യെസ്, അതായത് നമുക്ക് പറയാം I had studied, STUDIED, study the past participle. I had studied English grammar. Yes, അല്ലെങ്കിൽ I had spoken, spoken past participle. I had spoken about person, ആ വ്യക്തിയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യെസ്,
She had cut the vegetables. Cut എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും കട്ട് തന്നെയാണ്. നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. യെസ്, അത് പ്രസന്റ് ടെൻസ് അത് തെറ്റിദ്ധരിക്കില്ല. She had cut the vegetables. I had baked a cake. You had made a cup of tea. I had prepared delicious biryani. Okay. അപ്പോൾ സബ്ജക്റ്റ് എഴുതുന്നു, ഹാഡ് എഴുതുന്നു, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രാജലക്ഷ്മി. രാജലക്ഷ്മി പറഞ്ഞോളൂ. രാജലക്ഷ്മിയുടെ മനസ്സിൽ വരുന്ന സബ്ജക്റ്റും ഹാഡും പിന്നെ ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുന്ന ഒരു വാചകം പറഞ്ഞു. You had a umbrella. You had a വരില്ല. You had ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോം പറഞ്ഞാൽ മതി. You had കിട്ടണില്ല സർ. ഓക്കെ, നമുക്ക് ശ്രമിക്കാം. നടക്കുക എന്നുള്ളത് എന്താ ഇംഗ്ലീഷ് രാജലക്ഷ്മി? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വാക്ക്, WALKED. ING എന്ന് പറഞ്ഞിട്ട് you had walked. You had walked. ഓക്കെ ഓക്കെ, ഒരെണ്ണൂടെ ആലോചിച്ച് വെച്ചോ രാജലക്ഷ്മി. ശാലിനി പറയൂ, ഒരെണ്ണം പറയൂ. സബ്ജക്റ്റ് ഹാഡ് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ. യെസ്, ശുഭ. ശുഭ എന്തോ സർ പറഞ്ഞോളൂ. സബ്ജക്റ്റ് ഹാഡ് വെർബിന്റെ മൂന്നാമത്തെ ഫോം വരുന്ന ഒരു വാചകം പറയും. My daughter had drawn a beautiful pictures. Correct. My daughter had drawn a beautiful picture. Very good sentence. Okay. Draw, drew, drawn. Very good, very good, very good. Okay, okay, okay. Okay. Beyond my expectation. Okay. Yes, Minu Suresh. Yes. Okay. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പറയാം. സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം. പറഞ്ഞോളൂ മിനു. I had written a letter. കറക്റ്റ്. I had written a letter. റൈറ്റ് എഴുതുക. റോട്ട് അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, റിട്ടൺ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. I had written a letter. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആർക്ക് പഠിക്കണം? പറഞ്ഞു. I had loved parents. കറക്റ്റ് ആണ്. ഇനി എന്നെ പറയുന്നു I had visited താജ്മഹൽ. ഓക്കെ, കറക്റ്റ് ആണ്. Sir, the children had made a beautiful star. ഓക്കെ, രാജലക്ഷ്മി, അപർണ. ഓക്കെ, രശ്മി പറഞ്ഞോളൂ, ഒന്നുകൂടി പറഞ്ഞോളൂ രശ്മി. The children had made a beautiful star. The children had made a beautiful star. Very good, very good. നമ്മള് ഓരോ പേര് പറയുമല്ലോ, അതിന്റെ കൂടെ ഹാഡ് എന്ന് ചേർക്കോ? Sir, we had prepared notes. Correct. We had prepared notes. Okay, Anila പറഞ്ഞോളൂ. ദീപ മനോജ് വന്നില്ലല്ലോ. അനില പറഞ്ഞോ. വരൂ അനില. Sir, I had worked with you. I had worked. Okay. Yes, okay. So I had helped him for his studies. Okay, so with that correct ആണ്. ദീപ പറഞ്ഞോളൂ, ഓരോരുത്തർ പറഞ്ഞോളൂ. I had completed my homework. I had completed. COMPLETED. Complete I had completed my homework. Very good, very good, very good. Okay, correct ആണ്. Yes, okay. I had played football. I had played football. Okay, Fatima, correct ആണ്. I had played football. Yes, okay. ഇനി നമുക്കിനി അടുത്തതിലോട്ട് പോകാം. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് മനസ്സിലായി. ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. കിട്ടിങ് എഴുതിക്കോളൂ.
future perfect. Future perfect. Future perfect എഴുതിക്കോളൂ. S plus will അല്ലെങ്കിൽ shall plus will ഒരു സ്ലാഷ് വരട്ടെ. shall, will or shall. will അല്ലെങ്കിൽ shall plus have, H-A-V-E, have plus V. അതിന് ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. അപ്പൊ എന്താണ്? സബ്ജക്റ്റ്, will അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം P3. അത് എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാം. I will have made a cup of tea. She will have mistaken you. Mistake എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. Mistaken you. Yes. I will have used it. I-U-S-E-D. Used it. I will have. Subject, will അല്ലെങ്കിൽ shall, പിന്നെ verb. വെർബിന്റെ വരുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരിക. ഓക്കെ. അതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയണേ, ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ അർത്ഥം എന്ത് വരും? ഐ വിൽ ഹാവ് യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് സ്റ്റഡീഡ്, ഞാൻ പഠിച്ചിട്ടുണ്ടാകും. I will have studied tomorrow. നാളെ ഞാൻ പഠിച്ചിട്ടുണ്ടാകും. You will have seen me tomorrow. നിങ്ങൾ നാളെ എന്നെ കണ്ടിട്ടുണ്ടാകും. യെസ്. അങ്ങനെ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ വാക്കുകളിലൂടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പോ ഹരിത. യെസ്, ഹരിത വരുമെന്ന് വിചാരിക്കാം. Subida. I will have visited tomorrow. I will have visited Taj Mahal tomorrow. കിടക്കട്ടെ സുബിത, ഒരു ബലത്തിന് ഒരു സ്ഥലം കൊടുക്കരുത്. I will have visited Munnar tomorrow. Very good. Okay, Avarna. Thank you, sir. Okay. They will have gone to the church. Yes. Okay. Will have gone. Correct. Sharina. Yes, sir. I will have gone to market. I will have gone to school. Okay. Okay. ഷെറീന അതൊന്നും വിചാരിച്ചത്, വേറെ എന്തോന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ നിന്ന് സ്കൂളിലേക്കും മാർക്കറ്റിലേക്കും വന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ പറഞ്ഞോളൂ. രമ്യ പറയുന്നു I will have പറഞ്ഞോളൂ. I will have eaten biryani tomorrow. രാജലക്ഷ്മി, അതിന്റെ അകത്ത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ. I will have eaten biryani tomorrow. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ. യെസ്. ഷമീന പറഞ്ഞോളൂ. I will have took a new dress. Okay. ഷമീന, ഒരു ചെറിയൊരു കറക്ഷൻ ഇല്ലാതുണ്ട്. took past tense ആണ്, taken ആണ്. I will have taken new dress. Okay. രാജേശ്വരി. I will have cooked paisa. Yes, I will have prepared or cooked paisa. Very good. Yes. അപ്പൊ okay, ഹരിത, I will have purchased. Okay. Will ശാലിനി ing കളാ cooked ആണ്. cooked C-double-O-K past participle ആണ് ഉപയോഗിക്കുന്നത്. ing. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം കേട്ടോ. സബ്ജക്ട് will അല്ലെങ്കിൽ shall, have. I will have returned the exam tomorrow. I will have written the exam tomorrow. Very good. I will have written the exam tomorrow. You will Subha or have to it. You will have got the answer. Get to know later. Past participle got that. You will have got the answer by email. Okay, correct.
I will have taken some book. Okay, Rashmi, correct. Okay, correct. അപ്പൊ ഡീറ്റെയിൽ ഇനി ഞാൻ കണ്ടീഷൻ സെന്റൻസിലൂടെ കടന്നോട്ടെ. യെസ്. അപ്പൊ ഇത്രയും നേരം ഞാൻ കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വേണം എനിക്ക് കണ്ടീഷൻ സെന്റൻസിലേക്ക് കടക്കാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇഫ് ക്ലോസ്. യെസ്, ഇഫ് ക്ലോസിനെ കുറിച്ച്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു വാചകം ഞാൻ പറയാം. ആ വാചകം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് നമുക്ക് അലകും പിടിയും തിരിച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. എഴുതിക്കും. ഇഫ് ഇറ്റ് rains, R-A-I-N-S, rains. If it rains, If ആണോ സാറേ? കേട്ടില്ല. If it rains, R-A-I-N-S, rains, I will take an umbrella. I will take an umbrella. Okay. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. If it ശ്രദ്ധിച്ചാൽ മതി. If it rains, മഴ പെയ്യുകയാണെങ്കിൽ I will take an umbrella. ഞാനൊരു കൊട എടുക്കും. യെസ്. അപ്പോ രശ്മി, ഇതിന്റെ അകത്ത് നമുക്കൊരു കോമ ഇടണമെങ്കിൽ എവിടെ ഇടാൻ പറ്റും? ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. റെയിൻസ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. മഴ പെയ്യുകയാണെങ്കിൽ അടുത്ത നമുക്ക് ഞാൻ കുടയെടുക്കും. അപ്പൊ അനില, ഇതിന്റെ അകത്ത് രണ്ട് ക്ലോസുകൾ ഇപ്പോ രശ്മി തിരിച്ചു. ഒന്ന് ഇഫ് ഇറ്റ് റെയിൻസും അടുത്തത് ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല. ഇതിന്റെ അകത്ത് മെയിൻ ക്ലോസ് ഏതാണ്? സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്. അനിൽ നമുക്ക് കിട്ടിയില്ല. ദീപ പറഞ്ഞോളൂ. മെയിൻ ക്ലോസ് ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല. ഞാൻ കുടയെടുക്കും. സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് ഇറ്റ് റെയിൻസ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ഐ വിൽ ടേക്ക് അംബ്രല്ല, ഞാൻ കുടയെടുക്കും. അത് മെയിൻ ക്ലോസ്. കറക്റ്റ് അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. മറ്റേത് നോക്കിയേ, ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. ഇന്ന് അർത്ഥം പറഞ്ഞ ഈ അർത്ഥം മീനിങ് കംപ്ലീറ്റ് ആവുമോ? ഇല്ല. അപ്പൊ അത് നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. അടുത്തതിന് നമുക്ക് മെയിൻ ക്ലോസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഹരിദാസ് നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, സുബിതനെ വിളിക്കാം. സുബിത. യെസ് സർ. ഓക്കെ, ഇനി എന്റെ ഒരു ചോദ്യം ഇതാണ്. ഇഫ് ഇറ്റ് റെയിൻസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വരെ ആ സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ നേരത്തെ എഴുതിയേക്കണ 5 ടെൻസിന്റെ സ്ട്രക്ചർ എഴുതിയില്ലേ? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ. അതിനകത്ത് ഏതിൽ വരും? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. വെരി ഗുഡ് ആൻസർ. കറക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പോ ഇഫ് ഇറ്റ് റെയിൻസ്, റെയിൻ മഴ പെയ്യുക. ഇറ്റ് സബ്ജക്റ്റ് ആണ്. റെയിൻ മഴ. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് എസും കൂടി ചേർത്തേക്കുന്നതാണ് റെയിൻ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, അപർണ സർ. ഓക്കെ, ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 5 ടെൻസിൽ ഇതിൽ വരും. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പേരിച്ച് പറയണ്ട, ഉറപ്പിച്ച് പറഞ്ഞോ. കറക്റ്റ് ആണ്. കാരണം അപർണക്കറിയാം സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ നോക്കി, ഐ സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാലില് വില്ലുണ്ട്, പിന്നെ വെർബിന്റെ പ്രസന്റേസ് ടേക്ക് പ്രസന്റേസ് ആണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള നിയമം. അതായത് തന്നിരിക്കുന്ന വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് അങ്ങോട്ട് മനസ്സിലങ്ങൾ ഫീഡ് ചെയ്യാം. തന്നിരിക്കുന്ന വാചകത്തില് സബോർഡിനേറ്റ് ക്ലോസ് അത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് റെയിൻ സിമ്പിൾ പ്രസന്റ്, അപ്പുറത്തുള്ളത് എന്താവും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. വില്ല് അല്ലെങ്കിൽ ഷാല് വരും. വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോ ഷെറീനയുടെ മകൾ
SSLC ആയത് വരും 10ലേക്കായി. 9 ജയിച്ച് 10ലേക്കായി. 10ാം സ്റ്റാൻഡേർഡ് പോയിട്ടില്ല. അപ്പൊ ആ മകളോട് പഠിക്കാൻ ഇത്തിരി മോശമെന്ന് വരില്ല, അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പൊ ആ മകളോട് 10ലേക്ക് ആയപ്പോ ഷെറീന പറയും, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ, അപ്പൊ സാധ്യതയാണ് പറയുന്നത്, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ഷെറീന Yes, sir. ഒന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞു, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. മഴ പെയ്യുകയാണെങ്കിൽ കുടയെടുക്കും. അതുപോലെ തന്നെയാണ്, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. If it you studied, you will pass. ഓക്കെ, അപ്പൊ ഇറ്റ് വേണ്ട. ഇഫ് യു സ്റ്റഡി, നീ പഠിക്കുകയാണെങ്കിൽ. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നീ നന്നായി പഠിക്കുക. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ യു വിൽ പാസ്, നീ എന്ത് ചെയ്യും? പാസ്സാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസന്റ് സബോർഡിനേറ്റ് ക്ലോസിൽ വന്നു കഴിഞ്ഞപ്പോ മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചറായി. ഓക്കെ, ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ടേക്ക് അംബ്രല്ല. ആ വിൽ എന്നുള്ളതിന് പകരം ഷാൽ ഉപയോഗിച്ചാലും തെറ്റില്ല, ക്യാൻ ഉപയോഗിച്ചു കഴിഞ്ഞാലും തെറ്റില്ല, മേ ഉപയോഗിച്ചു കഴിഞ്ഞാലും തെറ്റില്ല. ഈ 4 ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. യെസ്, വില്ല് മാത്രമല്ല, ഷാൽ ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം. പക്ഷെ വില്ലെന്നുള്ളതിന് പകരം വുഡ് അത് ഉപയോഗിക്കരുത്, തെറ്റാണ്. ഷാൽ എന്നുള്ളതിന് പകരം ഷുഡ് ഉപയോഗിക്കരുത്, അപ്പൊ തെറ്റാണ്. ക്യാൻ എന്നുള്ളതിന് പകരം കുഡ് എന്ന് പറയരുത്, അപ്പൊ തെറ്റാണ്. മേ എന്നുള്ളതിന് പകരം മൈറ്റ് എന്ന് പറയരുത്, അപ്പൊ തെറ്റാണ്. അപ്പൊ വില്ല് മാത്രമല്ല കേട്ടോ, വില്ലിന് പകരം അവിടെ വരാം ഐ വിൽ ടേക്ക് എന്നുള്ളതിന് പകരം ഐ ക്യാൻ ടേക്ക് എന്ന് പറഞ്ഞാലും ശരിയാണ്, ഐ ഷാൽ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്, ഐ മേ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. അത് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. യെസ്, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, തന്നിരിക്കുന്ന വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറായി. ഓക്കെ, ശരിയാണ്. രണ്ടാമത്തെ വാചകം, ഇഫ് യു eat lot of fast food. If you eat lot of fast food, comma, പിന്നെ ഡാഷ് ഇടാം, നീണ്ട ഡാഷ് ഇടാം. യെസ്, ഓക്കെ, സെന്റൻസ് പകുതിയെ ഞാൻ തന്നിട്ടുള്ളൂ. ഇഫ് യു ഈറ്റ്, നീ തിന്നുകയാണെങ്കിൽ എന്ത്? ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ്, ധാരാളം ഫാസ്റ്റ് ഫുഡ് നീ കഴിക്കുകയാണെങ്കിൽ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. ഇവിടെ 15 പേരുണ്ട്, 15 പേർക്ക് 15 ടൈപ്പ് ആൻസർ ഉണ്ട്. ഇഫ് യു ഈറ്റ് ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ്, നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ബാക്കി നിങ്ങൾ എഴുതിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് യു ഈറ്റ് പ്രസന്റൻസ് ആണ്, യു സബ്ജക്റ്റ്, ഈറ്റ് പ്രസന്റൻസ്. അപ്പൊ ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അപ്പുറത്ത് എന്ത് വരണം? സിമ്പിൾ ഫ്യൂച്ചർ വരണം. യെസ്, ആ കാര്യം പറഞ്ഞു പോയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കും. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പൂരിപ്പിച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, അപ്പോഴത്തെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വന്നിരിക്കുന്നത്. പറയട്ടെ സാർ. ഓക്കെ ഷമീന, പറഞ്ഞോളൂ. ഷമീന ഒന്നുകൂടി, ദീപിടെ കഴിഞ്ഞിട്ട് ദീപിലോട്ട് വരാം കേട്ടോ. ഷമീന പറഞ്ഞോളൂ. If you eat lot of fast food, you will gone disease. യു വിൽ ഗോൺ. ഈ ഗോൺ എവിടെ നിന്ന് കിട്ടി? ഏത് വാക്ക് പ്രസന്റൻസ് ആണ് അത്? അവിടെ നമുക്ക് വേണമെങ്കിൽ അവിടെ മാത്രം ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, ഗോൺ GON ഗോൺ എന്നല്ലേ ഷമീന എഴുതിയേക്കണേ? അതെ സാർ.
നോക്കി ഗോൺ എന്ന് പറയുമ്പോൾ ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഗോ വെന്റ് ഗോൺ. അത് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, അതൊന്ന് കറക്റ്റ് ചെയ്യും. അപ്പൊ കറക്റ്റ്. ഓക്കെ, അവിടെ പ്രസന്റ് ടെൻസേ വരാമോ? ഓക്കെ, കറക്റ്റ് ചെയ്തു. ബാക്കി 90% ശിഷ്യനാണ്, 10% തെറ്റിയിട്ടുള്ളൂ. റെഡിയായി. അടുത്തേക്ക് റെഡിയാക്കി. മോളെ വെന്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് അല്ലേ? അവിടെ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ നോക്കിയേ. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ഓക്കേ സർ. യു വിൽ ഗോ ഡിസീസ്. യു വിൽ ഗോ ഡിസീസ്. അപ്പോ ഷെമിയുടെ മനസ്സിലെ ഐഡിയ കറക്റ്റ്. അതായത് അധികം കഴിച്ചു കഴിഞ്ഞാൽ നീ രോഗത്തിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിനക്ക് രോഗം വരും എന്നാക്കാം. പോവുക എന്ന രോഗം. അപ്പൊ അത് നമുക്ക് കറക്റ്റ് വാക്ക് ഗെറ്റ് ആണ്. ഗെറ്റ്. അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഞാൻ ആ ഗോ എന്നുള്ളത് മാറ്റിയിട്ട് ഗെറ്റ് വെച്ച് പറഞ്ഞു നോക്കി. If you eat lot of fast food, you will get disease. കറക്റ്റ് ആയില്ലേ? തന്നെ ഒരു സുഖമില്ലേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷം തോന്നിയില്ലേ? കീപ് ഇറ്റ്. ഇനി വേണമെങ്കിൽ ഒന്നിനോടെ കൂടെ റെഡി ആയിരിക്കും വേറെ സ്വന്തമായിട്ട്. ഓക്കെ ദീപ ഒന്നോളൂ. If you eat a lot of fast food, you will gain weight. You will gain weight. Very good, very good, very good. നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിയും. യു വിൽ ഗെയിൻ. ഗെയിൻ നേടുക. അതിന്റെ പാസ്റ്റൻസ് ആണ് ഗെയിൻഡ്. ഗെയിൻഡ് അപ്പൊ ഗെയിൻ പ്രസന്റ് ആണ്. യെസ്. അപ്പൊ യു വിൽ ഗെയിൻ വെയിറ്റ്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാക്ക് കൂടി ചേർത്താൽ കുറച്ചുകൂടി സ്റ്റൈൽ ആകാം. വെയിറ്റിന് മുന്നിൽ ഒരു മോറും കൂടി ചേർത്താലുണ്ടല്ലോ കുറച്ചുകൂടി ഭംഗിയായി. അത് കൂടി കൂടുതൽ ഭാരം കൂടും. ഭാരമുണ്ടാവും. യു വിൽ ഗെയിൻ മോർ വെയിറ്റ്. വെയിറ്റ് കൂടുന്നല്ല, നമ്മൾ വെയിറ്റ് കൂടും, പക്ഷെ മോർ. വെരി ഗുഡ്. യു വിൽ ഗെറ്റ് ഹൈ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസസ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ പറഞ്ഞ കറക്റ്റ് ആണ്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഹാർട്ട് ഡിസീസിന്റെ റിസ്ക് കൂടും. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ. യെസ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. തെറ്റിക്കോട്ടെ, തെറ്റിക്കോട്ടെ. സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മക്കളുടെ പരീക്ഷയ്ക്കൊക്കെ ഈ സാധനം കയറി വരുന്നുണ്ട്. അവരൊക്കെ 10ലോ 9ലോ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് നിയമം പറയൂല. അവര് ഒരു സെന്റൻസിന്റെ പകുതി കൊടുത്തിട്ട് ഡാഷ്. ഓക്കെ രമ്യ കറക്റ്റ് ആണ്. യു വിൽ ഫേസ് ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ അനില. If you eat a lot of chocolate, finally you will lose your teeth. You will lose. Okay 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 okay. Yes. Okay. Will increase blood sugar. Will lost past tense ആണ് രമ്യ. Yes. Lose നൽകാം. Yes. Sir. Okay. പറഞ്ഞോളൂ. If you eat lot of fast food, you will go for a dangerous disease. Very good. You will go to a dangerous disease. Very good, very good. Okay, okay, okay. Minuടെ ഐഡിയ ആണോ? Very good, very good. Yes. നീ വലിയൊരു ദുരന്തത്തിലേക്ക് പോകും. യെസ്. അപ്പൊ പിടികിട്ടിയാലോ? യെസ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. അടുത്തതോട് എടുത്തരാം. നോക്കിക്കോ. If you lower, LOWER, lower the price, 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 comma, ഒരു if you lower the price, LOWER, lower the price, PRICE, comma, dash. അപ്പൊ നോക്കിയേ. If you lower കുറക്കുക, പ്രസന്റ് ആണ്. If you lower the price, നീ വില കുറക്കുകയാണെങ്കിൽ, അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പുറത്തത് വേണം, സിമ്പിൾ ഫ്യൂച്ചർ വേണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം. സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. യെസ്. ഇഫ് യു ലോവർ ദ പ്രൈസ്, ബാക്കി ഒരുമിച്ചു. നീ വില കുറക്കുകയാണെങ്കിൽ, ബില്ല് വരുന്നപ്പുറത്ത് മറക്കരുത്. അത് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആയിരിക്കണം പറഞ്ഞില്ല. ഓക്കെ. രമ്യ കറക്റ്റ്. ഓക്കെ രശ്മി പറഞ്ഞോളൂ. If you lower the price, you will get customers. You will Get customers, more customers. You will get more customers. Okay, okay, okay. Very good. Shubha. Okay, okay. Correct ആണ്. Okay, ദീപ പറഞ്ഞോളൂ.
If you lower the price, Hmm. I will order more items. It's very good. If you order the price, I will order more items. Okay. Arthur. Sir, if you lower the price, you can sell a lot of products. Okay, correct. You can. ബില്ലുന്നുള്ളതിന് പകരം ക്യാൻ വന്നാലും കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ക്യാൻ വരാം, ഷാല് വരാം, മേ വരാം. യെസ്. ഓക്കെ, യു ക്യാൻ സെൽ മോർ പ്രൊഡക്റ്റ്. നിങ്ങൾ വില കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം വിൽക്കാൻ സാധിക്കും. ഇക്കണോമിക്സ് ആണ് അത്. ഡിമാൻഡ് ലോവർ ദ പ്രൈസ്, ഡിമാൻഡ് ഇൻക്രീസസ്. ഓക്കെ, അപ്പോ രാജലക്ഷ്മി വന്നില്ലല്ലോ. യു വിൽ ഗെറ്റ് റിസ്ക് ഓഫ് ലോസ്. യെസ്, ഓക്കെ 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 ഓക്കെ, ശരിയാണ് രാജലക്ഷ്മി. നഷ്ടം വരും. ഓക്കെ സർ, നമുക്ക് ഷാൾ ചേർത്ത് പറഞ്ഞൂടെ? ഷാൾ എപ്പോഴാ ചേർക്കുന്നത്, എങ്ങനെയാ പറഞ്ഞില്ല സാർ. വരുമ്പോൾ ഷാലി എടുത്താൽ മതി. ഐയും ബിയും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അപ്പൊ പറയാം, ഇഫ് യു ലോവർ ദ പ്രൈസ് ഐ ക്യാൻ ബൈ മോർ, ഐ ഷാൽ ബൈ മോർ. ഓക്കെ, ഐ ആൻഡ് ബി. നമ്മൾ ഈ വോളിബോളൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കുറച്ചധികം പേരൊക്കെ അതിന്റെ അടുത്തേക്ക് പന്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഐ ഷാൽ ഐ ഷാൽ ടേക്ക് എന്നാണ്. അത്രയും പറയാൻ സമയം കിട്ടില്ല, അതിന് പന്ത് വരും. ഐ ഷാൽ ആൻഡ് വി ഷാൽ അതിന്റെ പ്ലൂരൽ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ എന്നാണ് പറയുന്നത് കേട്ടോ. യെസ് യെസ്. അപ്പൊ ഇപ്പൊ ഡീറ്റെയിൽ. അപ്പൊ ഇപ്പൊ ഞാൻ തന്നത് ആദ്യത്തെ ഒരു ഭാഗം നിങ്ങൾക്ക് തരികയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്യും. ഇനി ഞാൻ തല തിരിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ഭാഗം നിങ്ങൾക്ക് തരുന്നില്ല, പക്ഷെ മെയിൻ ക്ലോസ് തരുന്നു. അപ്പൊ ഇപ്പുറത്ത് വരുമ്പോ എന്ത് വരണം? സിമ്പിൾ പ്രസന്റ് ടെൻസേ വരാവും. യെസ്, എഴുതിക്കും. ആദ്യം ഒരു ഡാഷ്, നീണ്ട ഡാഷ്. ഓക്കെ സുബിത, കറക്റ്റ്. ആദ്യം ഒരു ഡാഷ്, ഡാഷ് കഴിഞ്ഞിട്ട് കോമ, കോമ. യെസ്, എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് എഴുതിക്കോ കോമ കഴിഞ്ഞിട്ട് I will take a taxi, TAXI, taxi. I will take a taxi. ഓക്കെ, അപ്പൊ നോക്കിയേ, എന്തോ ഒരു സംഗതി ആദ്യം ഉണ്ട്, അതിന്റെ ബാക്കിയാണ് പറയുന്നത്. ഐ വിൽ ടേക്ക് എ ടാക്സി, ഞാനൊരു ടാക്സി വിളിക്കും. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് തന്നെ ചേർക്കാം. ഇപ്പുറത്ത് ചേർക്കുമ്പോൾ എന്തായിരിക്കണം? പ്രസന്റ് ടെൻസ് ആയിരിക്കണം, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ബില്ലൊന്നും പാടില്ല, കാരണം ബില്ലുള്ള പ്രശ്നം ഞാൻ തന്നു. യെസ്, ഐ വിൽ ടേക്ക് എ ടാക്സി, ഞാൻ ടാക്സി വിളിക്കും. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നിങ്ങൾ ചേർത്താൽ മതി. Sir, if you give me money, I will take the taxi. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആൾ എഴുതി, ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ ഐ വിൽ ടേക്ക് എ ടാക്സി. കറക്റ്റ് ആണ്. ഓക്കെ, പറഞ്ഞോളൂ. If I feel tired, I will take a taxi. യെസ്, ഓക്കെ. ഫീൽ പ്രസന്റ് ആണ്. ഇഫ് യു ആർ റെഡി, ആറും കൂടി ചേർക്കേണ്ടി വരും കേട്ടോ. റെഡി എന്ന് പറയുമ്പോൾ ഇഫ് യു ആർ റെഡി. ഓക്കെ, കറക്റ്റ് ആണ്, പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ അല്ല സാറേ, ടയേർഡ്. If I feel tired, I will take a taxi. ഇത് പ്രസന്റ് ആണ്, മനസ്സിലായേ? അവിടെ ഫെൽറ്റ് അത് കറക്റ്റ് ആണ്. സെന്റൻസ് ഇഫ് ഐ ഫീൽ ടയേർഡ് കറക്റ്റ് ആണ്. I will take a taxi. ഓക്കെ ഓക്കെ, ഇഫ് ഐ ഫീൽ ടയേർഡ് ഐ വിൽ ടേക്ക് ടാക്സി, ഞാനൊരു ടാക്സി വിളിക്കും. ഇഫ് യു കം വിത്ത് മീ, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഐ വിൽ ടേക്ക് എ ടാക്സി, ഞാൻ ടാക്സി വിളിക്കും. Sir, പറഞ്ഞോട്ടെ sir. If you come with me, I will take a taxi. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. വെരി ഗുഡ്. അതൊക്കെ ഒരു if you ready to go to trip, I will take a taxi. ചെറിയൊരു കറക്ഷൻ വേണം. ഇഫ് യു ആർ റെഡി എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ റെഡി, ഈസ് ആമോ ആർ, ഇത് മൂന്ന് പ്രസന്റ് ആണ്. എന്റെ പ്രസൻസ് ആണ്, വാസും വേറെ. ഇഫ് യു ആർ റെഡി ഐ വിൽ ടേക്ക് എ ടാക്സി, നീ റെഡി ആണെങ്കിൽ ഞാൻ ടാക്സി വിളിക്കും. You are. If you are ready, that's correct. Okay, sir. Yes, Fatima. Minu. If you give money, I will take a taxi. നീ പൈസ തരികയാണെങ്കിൽ ഞാൻ ടാക്സി വിളിക്കും. വെരി ഗുഡ്. ഓക്കെ, അല്ല ലോജിക്കലായിട്ടാണ് ഫാത്തിമ പറഞ്ഞത്.
If you give money, നീ പൈസ തരികയാണെങ്കിൽ I will take taxi. ഞാൻ ടാക്സി വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് നടക്കാം. Okay, very good, very good. Yes. If you are pay the bill, I will take a taxi. If you pay the bill, അല്ലേ, നീ ബില്ല് പേ ചെയ്യുകയാണെങ്കിൽ I will take taxi. Very good, very good. Okay, view. ആലോചന ഞാൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. കഠിനമായിട്ട് ആലോചിച്ചില്ല, ഇവർ ആരും ചിന്തിക്കാത്ത ഒരു സംഗതി ഒന്നും വന്നില്ല. നീ പൈസ ബില്ല് പേ ചെയ്യണമെങ്കിൽ ഞാൻ ടാക്സി വിളിക്കാം. രണ്ടും കൂടി എന്നെ കൊണ്ട് പറ്റില്ല, ഒന്നും എനിക്ക് പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് പറ്റുള്ളൂ കേട്ടാ. എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോ മക്കളോടൊക്കെ പറയുമ്പോൾ ഇഫ് യു കം വിത്ത് മീ ഐ വിൽ ഗെറ്റ് യു എ ന്യൂ സ്കൂൾ ബാഗ്. ഇത് എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ബാഗ് മേടിച്ചത് കേട്ടോ. അവിടെ ഒന്ന് പറയാം, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ ബാഗ് മേടിച്ചത്. യെസ്. If you clean the room, I will give you a surprise gift. നീ മുറി ഒന്ന് വൃത്തിയാക്കിയാണെങ്കിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, ഒരു സാറേ ഞാനൊരു സെന്റൻസ് പറഞ്ഞോട്ടെ. വേറൊരു ഒരു ഇതല്ലേ, ഇഫ് യു ബൈ ദ വെജിറ്റബിൾസ് ഐ വിൽ മേക്ക് സാമ്പാർ. ശരിയാണോ അത്? ഇഫ് യു ബൈ, നീ വാങ്ങുകയാണ് വെജിറ്റബിൾസ്, I will make sambar. I will prepare sambar. Okay, I will cook sambar. Yes, correct. പിടികിട്ടിയല്ലോ. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന നിയമം ഇതാണ്, സിമ്പിൾ പ്രസന്റ് ആണ് സബോർഡിനേറ്റ് ക്ലോസ് എങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും, സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് ബില്ല് അല്ലെങ്കിൽ ഷാൽ, ബില്ലിന് പകരം ക്യാൻ വരാം, മേ വരാം, ഷാൽ വരാം. ഓക്കെ, അടുത്തത് ഇതും നേരത്തെ ഇതുപോലെ തന്നെ കേട്ടോ. ഒരു ഡാഷ് ആദ്യം ഉണ്ട്, ഡാഷ്, കോമ, കോമ, we will win, W-I-N, win the match. We will win the match. ഒന്നും പറയുന്നില്ല, എന്തോ പറഞ്ഞു. എന്റെ ബാക്കിയാണ് പറയുന്നത്, we will win the match. ഞങ്ങൾ കളി ജയിക്കും. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നിങ്ങൾ കിട്ടും. We will win the match. അപ്പൊ രമ്യ പറയുന്നു ഇഫ് വി പ്ലേ വെൽ, നമ്മൾ നന്നായി കളിക്കുകയാണെങ്കിൽ നമ്മൾ കളി ജയിക്കും. ഓക്കെ, രമ്യ കറക്റ്റ് ആണ്. അത് 6 കളഞ്ഞു. ഇഫ് വി ട്രൈ എന്ന് വരും. ഇഫ് വി ട്രൈ അവർ ബെസ്റ്റ്, 6 വേണമെന്നില്ല. ഇഫ് വി ട്രൈ അവർ ബെസ്റ്റ്, ട്രൈ പ്രസന്റൻസ് ആണ്. ഓക്കെ, അപർണ പറയുന്നു ഇഫ് വി പ്ലാൻ വെൽ, നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ, മറ്റവരെ എതിർ ടീമിലെ മറ്റവരെ കാലുമാരി നിലത്തടിച്ചാൽ, പ്ലാനിങ് വന്നാൽ നമുക്ക് ജയിക്കാം അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അപർണ. If we practice well, we will win the match. Okay, okay. If we practice well, we will. സുബിധാന സെന്റൻസ് പറഞ്ഞു, ഇഫ് യു ജോയിൻ ദ ടീം, നീയും ടീമിൽ ചേർന്നാൽ, കൊള്ളാട്ടോ, നീയും ടീമിൽ ചേർന്നാൽ വി വിൽ വിൻ, നമുക്ക് ചെയ്യും. യെസ്, ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് സുബിധ. ഇഫ് വി ഡു ഹാർഡ് വർക്ക്, ഓക്കെ, നമ്മൾ കഠിനമായിട്ട് അധ്വാനിച്ചാൽ വി വിൽ വിൻ. യെസ്. If we concentrate the game, we will win. ഓക്കെ, ഓക്കെ, കളിയിലിടക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പോകരുത്. ഇഫ് വി കോൺസെൻട്രേറ്റ് ഇൻ ഗെയിം, കളിയിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുത്താൽ വി വിൽ വിൻ, നമ്മൾ നിശ്ചയമായിട്ടും വിജയിക്കും. ഓക്കെ, നിങ്ങൾക്ക് മക്കളെ നല്ല ഭാവനയുള്ള പിള്ളേരാണല്ലോ. ഇഫ് വി ഗെറ്റ് എ ട്രെയിനർ, രാജലക്ഷ്മി, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ട്രെയിനർ എന്നുള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് കൊടുക്കട്ടോ. നല്ല ട്രെയിനർ, അടിപൊളി ട്രെയിനർ, സൂപ്പർ ട്രെയിനർ, അത് കൂടി കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. നല്ലൊരു ട്രെയിനറെ കിട്ടിയാൽ വി വിൽ വിൻ. ഓക്കെ Sir, ഒരു മിനിറ്റ് വരുന്നു. ഇഫ് ദ കോച്ച് ഗീവ്സ് വെൽ, അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കോച്ച് എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ, അപ്പൊ ഗീവ് എന്നുള്ളത് ഗീവ്സ് എന്നാക്കണം കേട്ടോ, ഒരാൾ. ഓക്കെ, മിനു പറഞ്ഞോളൂ. if the rain stop, we will win the match. മഴ
സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജയിക്കും അല്ലെ? ഇപ്പൊ കളിയിൽ ഇപ്പൊ നിലവിൽ ആ അവസ്ഥയിലാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ആ ഓക്കെ 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 വിനു പറഞ്ഞോളൂ. ഓക്കെ ശുഭ. സാറേ, ഇഫ് വി യൂസ് ക്ലവർ വി വിൽ വിൻ മാച്ച്, അത് ശരിയാണോ? ഇഫ് വി യൂസ് ക്ലവർ വി വിൽ വിൻ മാച്ച്, വിൻ ദ മാച്ച്. ക്ലവർ ബുദ്ധിയുള്ളതായ അതാ ഉദ്ദേശിച്ചേ. അത് അങ്ങനെ തന്നെ ആണോ, യൂസ് ക്ലവർ എന്നാണോ എന്നറിയാന്. യെസ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഭംഗിയാക്കാം. ഇഫ് വി ക്ലവർലി വി വിൽ വിൻ ദ മാച്ച്. നമ്മൾ ബുദ്ധിപൂർവ്വം കളിച്ചാൽ വി വിൽ വിൻ ദ മാച്ച്. ഓക്കെ ഓക്കെ. ക്ലവർലി എന്നാണോ? യൂസ് ക്ലവർലി. യൂസ് അല്ല, പ്ലേ പ്ലേ പ്ലേ. ഓക്കെ ഓക്കെ. ആദ്യപർവ്വമാണ്. കളിക്കുന്നതിനെ പോലും വിശേഷിപ്പിക്കുന്നത് ബുദ്ധിപൂർവ്വം. ഓക്കെ, നമുക്ക് ഒരു നൗൺ. ഓക്കെ, ഇവിടെ ഞാൻ വരുന്നു. നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവും ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുമ്പോൾ അത് ആദ്യപർവ്വമാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നല്ലൊരു ചായ കുടിച്ചു. ഐ ഡ്രാങ്ക് എ ഗുഡ് ടീ. നല്ലൊരു ചായ. അപ്പൊ ഗുഡ് അത് അഡ്ജക്റ്റീവാണ്. ഇതിനെ കുറിച്ച് ഐ ഡ്രാങ്ക് ടീ. അപ്പൊ ചായ വിശേഷിപ്പിക്കുന്നത് ചായ നൗണാണ്. എങ്ങനെയുള്ള ചായ? ഗുഡ് ടീ. അത് സെന്റൻസ് മാറ്റി പറയാണ്, ഐ ഡ്രാങ്ക് ടീ ക്വിക്ക്ലി. ഞാൻ വേഗത്തിൽ ചായ കുടിച്ചു. അപ്പൊ അത് ചായനെ വിശേഷിപ്പിക്കുന്നതല്ല, മറിച്ച് കുടിച്ച രീതിയെ വിശേഷിപ്പിക്കുക, ഒരു ആക്ഷനെ വിശേഷിപ്പിക്കുന്നതാണ്. അതായിട്ട് ഓക്കെ. മിനു പറഞ്ഞോളൂ. സാറ്, മഴ നിൽക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മഴയത്ത് വേറൊരു കാര്യത്തിലേക്ക് വരാൻ പറ്റും. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേക്ക് പറഞ്ഞു. ചിലപ്പോ മഴ പെയ്യുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് വരെ എതിർ ടീം മഴ ലീഡ് ചെയ്ത് നിൽക്കണം. ഇനിയും മഴ തുടരുകയാണെങ്കിൽ ആവറേജ് എടുക്കുമ്പോൾ അവർ ജയിക്കും. മഴ ആണെങ്കിൽ നമുക്ക് കളിച്ച് ജയിക്കാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ വീഡിയോ അത്രയും ചിന്തിച്ചിട്ടാണ് പറഞ്ഞത് വിചാരിച്ചാൽ ഓക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. സുബിത കറക്റ്റ് ആണ്. ഇഫ് യു സ്റ്റാർട്ട് പ്രാക്ടീസ് ഏർലി, നേരത്തെ പ്രാക്ടീസ് തുടങ്ങിയാൽ, നമ്മൾ ചില ഗെയിം കണ്ടിട്ടില്ലേ ക്രിക്കറ്റിലൊക്കെ, മഴ വന്നു കഴിഞ്ഞാല് ഒരു ആവറേജ് എടുത്തിട്ട് വിജയം പ്രഖ്യാപിക്കില്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഇത് പിടികിട്ടിയല്ലോ. ഇനി സംശയമില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങളോട് സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, മെയിൻ ക്ലോസ് എന്താണ്, ടെൻസിനെ കുറിച്ച്. അപ്പൊ നമ്മളിപ്പോ ഒരു ഐറ്റം മാത്രം എടുത്തിട്ടുള്ളൂ. നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു കുട്ടി 10ാം ക്ലാസ്സിലേക്കായി, 9ൽ നിന്ന് 10ലേക്ക് ജയിച്ചു. അപ്പോഴാണ് നമ്മൾ അവരോട് പറയുന്നത് നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു കാര്യം നോക്കാം. അതായത് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു അവന്റെ, ആ കുട്ടി തോറ്റു. അപ്പൊ നമ്മൾ വേറെ കാര്യം പറയുള്ളൂ. നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും എന്ന് പറയില്ല. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായി. കേട്ടാ, സംഗതി ഒന്ന് മാറും. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായി. കാരണം ഇപ്പൊ റിസൾട്ട് വന്നല്ലോ, തോറ്റല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെയല്ല പറയുള്ളൂ, നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. അത് വേറെ രീതിയാണ്. അപ്പൊ വേറെ ടെൻഷൻ, വേറെ മോഡൽ. യെസ്, ഇതൊന്നും നമ്മൾ ആലോചിക്കാതെ തോന്നിയതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇതൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. സാഹിത്യത്തിലൊക്കെ ഓരോ ഗ്രാമറിന്റെ ക്ലോസും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അതത്രയും അധികം പഠിച്ചിരുന്ന തലമുറകണ്ട, ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച വരുമ്പോഴേ ഒരു സബ്ജക്റ്റ് ഞാൻ പറയാം. സാധാരണ ഞാൻ പറയാറില്ല സബ്ജക്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വരുമ്പോ തന്നെ ഞങ്ങൾ പറയും, അപ്പം തന്നെ അവരങ്ങനെ തകർക്കും. അതാണ് ചെയ്യാറ് പിള്ളേര്. പിന്നെ നിങ്ങള് ഒരു ചാൻസ് ഞാൻ തരികയാണ്. 2 രീതിയിലുള്ള വിവാഹങ്ങളുണ്ട് ഇല്ലേ? നമ്മളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താണോ ദീപ മനോജ്? പറഞ്ഞാണോ? ഒന്ന് പറഞ്ഞിരുന്നു സാറേ കഴിഞ്ഞ. അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതങ്ങനെ പോയിക്കോട്ടെ, അതങ്ങനെ പോയിക്കോട്ടെ. യെസ്. അപ്പോ അടുത്ത വിഷയം പറയുകയാണ്. അടുത്ത സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീരിയലിന്റെ വിഷയമാണ്. സീരിയൽ അത് നമ്മൾ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് ലവ് മാരേജ് പറഞ്ഞ, ഞാൻ ഇതിന്റെ അകത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. യെസ്,
അപ്പൊ ലവ് മാരേജിന്റെ അറേഞ്ച്ഡ് മാരേജ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതെ അതെ പറഞ്ഞതാ. ലവ് മാരേജ്. യെസ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത വേറൊരു കാര്യമാണ്. അത് സീരിയലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സീരിയൽ കുറച്ച് നാൾ മുമ്പേ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ എന്ന് പറയുന്ന നടൻ ഒരു ചാനൽ ചർച്ചയിൽ പത്രലേഖകരോട് ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞു, സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ്. എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് പറഞ്ഞു. ഈ പുള്ളിയുടെ പ്രസ്താവന വളരെയധികം വിവാദം ഉണ്ടാക്കി. അപ്പോ കുറച്ചാളുകൾ പറഞ്ഞു അത് കറക്റ്റാണ്. ആര് പറഞ്ഞത്? ഈ പ്രേംകുമാർ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാല് 6 മണി മുതൽ രാത്രി 9 മണി വരെ വെറുതെ നേരം കളയുകയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കഥ തന്നെയാണ് മറ്റേത്, അതിലെ കഥ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. മാത്രമല്ല എപ്പോഴും കഥ ഓരോ മോഡലാണ് പോകുന്നത്. മാത്രമല്ല സ്ത്രീകൾ തമ്മിലുള്ള വഴക്കിന് പോലും അത് കാരണമാകുന്ന വീട്ടിൽ പല അമ്മമാരും ഇത് കണ്ടിട്ട് അതേപോലെയാണ് മരുമക്കൾ എന്നുള്ള രീതിയിൽ നീ ആ എന്താണ് ഇഷ്ടത്തിലെ ഗായത്രി ദേവിയെ പോലെ പെരുമാറല്ലേ, അതേപോലെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് പ്രേംകുമാറിന്റെ അഭിപ്രായം ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞു. കുറച്ചു പേര് കൃത്യമാണ് പറഞ്ഞത്. ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല. വെറുതെ സമയം കളയുകയാണ്. ആ സമയം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പൊ ഇത് പറഞ്ഞ പ്രസ്താവന കറക്റ്റാണ്. അത് ഒരഭിപ്രായം. രണ്ടാമത്തെ ആളുകൾ പറഞ്ഞു ആ അഭിപ്രായത്തോട് വിയോജിപ്പ് പറഞ്ഞു. ഈ പ്രേംകുമാർ എന്ന് പറയുന്ന നടൻ തന്നെ അറിയപ്പെട്ടത് സീരിയലിലൂടെയാണ്. കുമിളകൾ എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെയാണ് അദ്ദേഹം വന്നത്. മാത്രമല്ല സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പ്രത്യക്ഷമായും പരോക്ഷമായും ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അഭിനയിക്കുന്നവരുണ്ടാവാം, അഭിനയിക്കുന്നവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം, ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അരി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം, അരി ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭമാണ്. പിന്നെ മാത്രമല്ല ഒരുപാട് പുതിയ കലാകാരന്മാര് ആ ഫീൽഡിലൂടെ രംഗത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊരു കാര്യമാണ്. മാത്രമല്ല വയസ്സായ വീട്ടിലെ അമ്മമാര് അപ്പാപ്പന്മാര് ഇവർക്ക് വേറൊരു എന്റർടൈൻമെന്റ് ഇല്ല. അവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി തുടങ്ങി സീരിയൽ കാണുക എന്നുള്ളതാണ്. അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അവരെ സംബന്ധിച്ച്, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ആ സീരിയൽ കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം, അവരെ കണ്ട് അവരെ ആസ്വദിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയും പറഞ്ഞ ആളുകളുണ്ട്. പിന്നെ എന്ത് സംഭവമാണെങ്കിലും നിങ്ങളത് ജീവിതത്തോട് പകർത്താൻ നടക്കണ്ട. അത് കണ്ടാൽ അത് കണ്ടതുപോലെയാണ് വിചാരിച്ച് കളഞ്ഞിരുന്നത്. അപ്പൊ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അന്ന് വന്നത്. യെസ്, ഞാൻ ആ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, സീരിയലുകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? അപ്പൊ അടുത്ത ആഴ്ച നിങ്ങൾ പറയണം ഐ എഗ്രി വിത്ത് പ്രേംകുമാർ. ഞാൻ പ്രേംകുമാറിന്റെ അഭിപ്രായം ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഐ വിൽ ടെൽ യു. ഐ എഗ്രി വിത്ത് പ്രേംകുമാർ. ഞാൻ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ബിക്കോസ് കാരണങ്ങൾ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാറിന്റെ ഒപ്പീനിയൻ. പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നു. ബിക്കോസ് നിങ്ങൾക്ക് എന്റെ കാരണങ്ങൾ പറയാം. അപ്പൊ നിങ്ങളത് പ്രിപ്പയർ ചെയ്തു. നിങ്ങൾ പറയാറില്ലേ എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റാറില്ല എന്നുള്ളത്. ഒരു പോയിന്റുകൾ എഴുതി വെക്കണം. പോയിന്റുകൾ മാത്രം നോക്കി വെച്ചാൽ മതി. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി. ഓക്കെ, പ്രേംകുമാർ പറഞ്ഞത് ദീപ, ഈ സീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ, നമ്മുടെ ഈ എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച സ്ഥലമില്ലേ, എവിടെയാണത്? കാസർഗോഡ് എൻഡോസൾഫാൻ തളിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുളിച്ചൊക്കെ പുറപ്പുറ ആളുകൾക്ക് തലയെല്ലാം വലുത്, കാല് ചെറുത്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദുരിതബാധിതരായിട്ട് മാറിയില്ല എൻഡോസൾഫാൻ എന്ന് പറയുന്ന വിഷം. ആ പോയിസൺ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള മരങ്ങൾക്ക് അടിച്ചാണ്. പക്ഷെ അത് കൊണ്ട ആളുകൾക്കും ബുദ്ധിമുട്ടായി. അതാണ് എൻഡോസൾഫാൻ ദുരിതബാധിത എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ അങ്ങനെയായിട്ടുണ്ട്. യെസ്, അപ്പോ അതുപോലെ വിഷമയമാണ് എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് സീരിയലുകൾ എന്നാണ് പ്രേംകുമാർ പറഞ്ഞത്. അതാണ് ആ ഉപമയാണ് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. എൻഡോസൾഫാൻ പോലെ എന്ന് പറഞ്ഞ ഉപമ.
യെസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഐ എഗ്രി, ഐ ഡിസഗ്രി. എന്തുകൊണ്ട് എഗ്രി, എന്തുകൊണ്ട് ഡിസഗ്രി? നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ. നമുക്ക് പറ്റുമെങ്കിൽ ആ പറയുന്നത് നിങ്ങൾ കടലാസിലൊന്നും നോക്കാതെ പറയും. യെസ് ദീപ, നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കോ. അത് കഴിഞ്ഞതിന് ശേഷം അത് നോക്കാതെ നമ്മൾ എഴുതി വായിക്കല്ലേ നമ്മൾ പറയുന്നു. യെസ്. കാരണം നമ്മുടെ ടീച്ചറൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു ചാൻസ് അവർക്ക് കയ്യിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറണ്ടേ. യെസ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മെഡിക്കലോ മരുന്ന് ഫുൾ സ്റ്റോക്ക് വേണ്ടേ. യെസ്. അപ്പൊ നമ്മുടെ കയ്യിൽ അത് ഇരുന്നോട്ടെ. ഇത് സാധനം നിങ്ങൾ റെഡിയാക്കി വെച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് അത് എടുത്ത് തകർക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഐ എഗ്രി ഓർ ഐ ഡിസഗ്രി. ഞാൻ യോജിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വിയോജിക്കുന്നു. എന്തിനോട്? പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട്. മിക്കവാറും അങ്ങനെ ആയിരിക്കാം. പറഞ്ഞ നിങ്ങൾ റെഡിയാക്കി വെച്ചോ, ടെസ്റ്റിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചോ. യെസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോരെ? അങ്ങനെ ഗ്രാമർ അങ്ങനെ വേണമെന്നൊന്നുമില്ലല്ലോ. അതായത് രാജേശ്വരിക്ക് അറിയാവുന്ന ഒരു ധൈര്യമായിട്ട് പറഞ്ഞു. നോ പ്രോബ്ലം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അടിപൊളി അങ്ങനെയുള്ള നിങ്ങൾ വേറെ ആരെയും കൂടണ്ടേ. നിങ്ങൾ മാത്രം മതി. വേറെ ആരോട് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ റെഡിയാക്കി പറഞ്ഞു നോക്കാം. റെഡിയാക്കി പറഞ്ഞു നോക്കുമ്പോൾ ആ മൊബൈലിന്റെ വോയിസ് റെക്കോർഡർ ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊന്ന് ഓഫ് ആക്കിയിട്ട് ഒന്ന് കേട്ട് നോക്കാം. യെസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ വരും മുഖത്ത്. ആ റിയാക്ഷൻ ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം. അത് കേട്ട് നോക്കുക. അപ്പൊ വേറൊരു റിയാക്ഷൻ വരും മുഖത്ത്. അത് കറക്റ്റ്. അപ്പൊ കറക്റ്റ്. ആദ്യത്തെ റിയാക്ഷൻ പോട്ടെ, രണ്ടാമത് റിയാക്ഷൻ വരും. ആ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി പറഞ്ഞു കഴിയുമ്പോൾ വേറൊരു റിയാക്ഷൻ വരും. യെസ്. നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുന്നു. യെസ്. അപ്പൊ ഒരുപാട് ആളുകളെ കറക്റ്റ് ചെയ്യാനുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യും. യെസ്. അങ്ങനെ എപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കുന്നത് നമ്മുടെ പക്ഷത്താണോ തെറ്റ് എന്ന്. നമ്മൾ പല ആളുകളോടും പലതും പറയും. എന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഇനി എനിക്ക് തെറ്റ് പറ്റിയതാണോ? ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കും, ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഞാൻ അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എനിക്ക് തെറ്റ് പറ്റിയത് എന്ന് ചോദിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റിയാൽ അത് അങ്ങനെ പറയാൻ പറ്റില്ല, അത് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയില്ലേ. അപ്പൊ നമ്മളെപ്പോഴും ഒരു ആത്മവിമർശനം നല്ലതാണ്. നമുക്ക് തെറ്റ് പറ്റിയെന്ന്. ഓക്കെ. അപ്പോ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എഴുതിണ്ട് പറഞ്ഞു നോക്കട്ടെ. ഇപ്പൊ തന്നെ വെരി ഗുഡ്. I disagree with Prem Kumar because serial is a art and it give more enjoy and it is very helpful for old age people who lived alone in the home. Very good. Very good. Very good. Serial give more job or opportunity for many people. Yes. എത്ര എഴുതിയിട്ടുള്ളൂ സാർ? വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ സുബിത, വെരി ഗുഡ്. ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് സുബിത. വീണ്ടും ഐ കൺഗ്രാജുലേറ്റ് യു. വെരി ഗുഡ്. വെരി ഗുഡ്. അതാണ് ടൈമിങ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ സംഗതി വന്നതല്ല. ഓക്കെ സുബിത, വെരി ഗുഡ്. വെരി ഗുഡ്. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ കാണിച്ച മനസ്സിൽ തന്നെ ഒരു അഭിനന്ദനം. ഓക്കെ, വെരി ഗുഡ്. കീപ് ഇറ്റ്. ആരാണ് സൈൻ ഔട്ട്? Thank you all for your active participation and engagement. I hope you all found today's session informative and helpful. Let us summarize the key takeaways and apply them in our lives. Remember to stay connected and keep learning. Have a great day and we look forward to our next class. Thank you, sir, and thank you, friends. Thank you so much. Okay, see you. We will meet in the next class. അപ്പൊ എല്ലാം ഓർമ്മിപ്പിക്കണം. അത് ഞാൻ Thank you, sir. Okay, welcome. Thank you, sir. Thank you, sir. Thank you, sir.